ഹുണ്ടായി വെർണ 2013 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് കസ്റ്റമർ കൊണ്ടുവന്നതാണ്. നേരത്തെ നമ്മുടെ അടുത്ത് തന്നെ സർവീസ് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നത് ക്ലച്ച് പെഡൽ ഹാർഡാവുക, അതേപോലെ തന്നെ അത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഡൗണായി നിൽക്കുക, പിന്നെ ക്ലച്ച് റിലീസാവുന്നില്ല, ടോപ്പിൽ വരുന്നില്ല. അതായിരുന്നു കസ്റ്റമർ വന്നപ്പോൾ തന്നെ പറഞ്ഞത്. ക്ലച്ചിൻ്റെ കുഴപ്പം പറഞ്ഞില്ല, ഈ പെഡൽ മാത്രം ഹാർഡാവുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഹാർഡായത് ഡൗൺ ആക്കിയാലും പിന്നെ റിലീസ് വരുന്നില്ല, ടോപ്പിൽ വരുന്നില്ല. ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹാർഡ് അത് കാണിക്കാനും പറ്റില്ല, ഹാർഡാവുക, എന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നില്ല. പിന്നെ കാലിങ്ങനെ വെച്ചിട്ട് തന്നെ റിട്ടേൺ ആക്കിയിട്ട് ഒരുപാട് ചവിട്ടിയാലേ അത് ഗിയർ അടക്കം ഇടാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഗിയർ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി വന്നത്. അപ്പോൾ അധികം പെട്ടെന്ന് വരുന്നില്ല. ഒരു 200 കിലോമീറ്റർ ഇല്ലെങ്കിൽ 100 കിലോമീറ്റർ ഓടിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി വന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴും ആ കംപ്ലൈൻറ്റ് ഇല്ല, ഹാർഡും ആകുന്നില്ല, ഇതും പോകുന്നില്ല, ഡൗണായി നിൽക്കുന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അത് വരുന്നത് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഹുണ്ടായി വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഇതുപോലെ ഹാർഡ്നെസ് വരും. ഹാർഡും വരും, പ്ലേയും ഡൗൺ ആവും. ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഇടാനേ പറ്റില്ല, അങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കും. പിന്നെ പമ്പ് ചെയ്തിട്ടേ വരുള്ളൂ. എല്ലാ ഹുണ്ടായിക്കും അതുപോലെ കംപ്ലൈൻറ്റ്. i20, i10, അതേപോലെ തന്നെ വെർണ, ക്രേറ്റ, അങ്ങനെയുള്ള വണ്ടികൾക്ക് ഈ കംപ്ലൈൻറ്റ് എന്തായാലും വരും. നമ്മൾ ചെയ്തിട്ടുമുണ്ട്, ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് വരുന്നത് ഒന്ന്, കസ്റ്റമറും ക്ലച്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, നേരത്തെ മാറ്റിയിട്ടുമില്ല. അത് 1,00,000 കിലോമീറ്ററിലാണ് എന്തിനാണ് മാറ്റിയത്. കിലോമീറ്റർ കാണിക്കാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ അവിടെ ബാറ്ററിയൊക്കെ ഡൗൺ ആക്കി വെച്ചിരിക്കുകയാണ്, ഗിയർ ബോക്സും അയച്ചു വെച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ അവസ്ഥയും ഞാൻ കാണിച്ചു തരാം. ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ തന്നെ ഇടുകയുള്ളൂ. ഇപ്പോൾ ഒറിജിനൽ തന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ കവർ ഒറിജിനലാണ് ഉള്ളത്, വെച്ചിട്ടില്ല, മേടിച്ചിട്ട് വന്നത്. കവറ് 4,529 രൂപ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഡിസ്ക് വന്നിട്ട് 3,771 രൂപ വരുന്നുണ്ട്. ഒറിജിനൽ തന്നെ ഇടുകയുള്ളൂ. ഹുണ്ടായിക്ക്, മാരുതിക്ക് ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒറിജിനൽ തന്നെ ഇടുകയുള്ളൂ. അപ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതേപോലെ തന്നെ ഇന്നോവയ്ക്കാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് വന്നിട്ട് ഞാൻ ലൂക്കിൻ്റെ ഇടും. അതാണ് ഗുണം. ഒറിജിനലും ഇടും, ലൂക്കും ഇടും. അത് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. അത് ലൂക്കിൻ്റെ ഇട്ടാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഒറിജിനൽ ഇട്ട ഒരു ചെറിയ ഹാർഡ്നെസ് ഉണ്ടാവും, ടൈറ്റ് ആയിരിക്കും. പക്ഷേ ലൂക്കിൻ്റെ ഇടുമ്പോൾ അത് ഗിയർ ബോക്സിൽ ചെറിയ പണികളുണ്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോവയ്ക്ക് കുറച്ചുകൂടെ ബെറ്ററാണ്. ഹുണ്ടായിക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാലിൻ്റെയോ ലൂക്കിൻ്റെയോ ഒന്നും ഇടില്ല, ഒറിജിനൽ തന്നെ ഇടുകയുള്ളൂ. അതും ഗുണമാണ്. അതുകൊണ്ട് ഇതിൽ ഹുണ്ടായിൻ്റെ ഒറിജിനലാണ് മേടിച്ചിരിക്കുന്നത്. അത് വന്നിട്ട് വാല്യൂൻ്റെ ആണ് ഇതിൽ വരുന്നത്. വാല്യൂൻ്റെ കണ്ടില്ലേ, അത് ഇടാം, പക്ഷേ അത്ര നീറ്റ് ഉണ്ടാവില്ല. ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ നീറ്റ് ഉണ്ടാവില്ല, ഒരു ഹാർഡായിട്ട് നിൽക്കും. വാല്യൂൻ്റെ തന്നെ ഇട്ട എന്നാൽ ബ്രാൻഡ് വാല്യൂൻ്റെയാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ബ്രാൻഡും കൂടെ ഉണ്ട്, PHC, അതുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ വന്നത് വാല്യൂൻ്റെയാണ് വന്നത്. അത് ഇടാൻ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഒറിജിനൽ ഇടുമ്പോൾ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ ക്ലച്ചും ഇത് ഒറിജിനൽ മേടിക്കുന്ന രൂപ ഒക്കെ സെയിം ആണ്. ഒരു 500 രൂപ 600 രൂപ കുറവ് വരുള്ളൂ വാല്യൂൻ്റെ എടുത്തു കഴിഞ്ഞാൽ. 1000 രൂപേൻ്റെ അടുത്ത് കുറവ് വരും. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്യില്ല. ഈ ഹുണ്ടായിക്കും അതുപോലെ തന്നെ മാരുതിക്കും ഒറിജിനൽ തന്നെ ഞാൻ ഇടുകയുള്ളൂ എന്തായാലും. അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് വരുന്നത് സിലിണ്ടർ ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരിക എല്ലാ വണ്ടിക്കും. ക്ലച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ലച്ച് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല ഹുണ്ടായിക്ക് എന്തായാലും.
ക്ലച്ച് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, ഫുള്ളായിട്ട് മാറ്റണം. അതിൻ്റെ ടോപ്പിൽ വരുന്ന മാസ്റ്റർ സിലിണ്ടറും അതേപോലെ സ്ലീവ് സിലിണ്ടറും മാറ്റി തന്നെ വേണം, എന്നാൽ തന്നെ ഗുണം വരുള്ളൂ. പിന്നെ ഡാമേജ് വരില്ല. പിന്നെ 1,00,000 കിലോമീറ്റർ വരെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. കംപ്ലൈൻറ്റ് വരുന്നത് മെയിനായിട്ട് വരുന്നത് സ്ലീവ് സിലിണ്ടർ ഉണ്ടല്ലോ, ഗിയർ ബോക്സിൻ്റെ അടുത്ത് വരുന്ന സിലിണ്ടർ, അതാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഹാർഡ്നെസ്സും വരുന്നത്, അതേപോലെ തന്നെ ക്ലച്ച് പെളർ ഡൗൺ ആകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് മേടിച്ചതും അതേപോലെ ഒറിജിനലാണ് മേടിച്ചിരിക്കുന്നത്. സിലിണ്ടർ SC കണ്ടില്ലേ, മാസ്റ്റർ ടോപ്പിൽ വരുന്നത്, പെഡലിൻ്റെ അടുത്ത് വരുന്നതാണ് ഇത് അത് ഒറിജിനലാണ് മേടിച്ചിരിക്കുന്നത്. ഒറിജിനൽ തന്നെ ഉണ്ട്. അത് ഹുണ്ടായിക്ക് എന്തായാലും മാറ്റണം. ക്ലച്ച് മാറ്റുമ്പോൾ ഈ ക്ലച്ച് മാത്രമല്ല, ഈ സിലിണ്ടറും നമുക്ക് മാറ്റി തന്നെ വേണം, എന്നാൽ തന്നെ ഒന്നുകൂടെ ബെറ്റർ ആവുള്ളൂ. ഇല്ലാതെ ക്ലച്ച് മാത്രം മാറ്റി, ക്ലച്ചിന് കൊണ്ടാണ് ഹാർഡ്നെസ് വന്നതെന്ന് പറഞ്ഞിട്ട് ക്ലച്ച് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. ഹുണ്ടായിക്ക് എന്തായാലും സിലിണ്ടറും മാറ്റണം, എന്നാൽ തന്നെ ഗുണം വരുള്ളൂ. എല്ലാ വണ്ടിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് പെഡലിൻ്റെ അടുത്ത് വരുന്ന സിലിണ്ടറാണ്. അത് വന്നിട്ട് 7,234 രൂപ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലീവ് സിലിണ്ടർ വന്നിട്ട് 3,000 ചില്ലാനാണോ തോന്നുന്നു, 3,000 ചില്ലാനും രൂപ വരുന്നുണ്ട്. ബില്ല് നോക്കിയാൽ നമുക്കറിയാം, ഇതിൽ കാണുന്നില്ല, മിസ്സിങ് ആയിരിക്കുകയാണ്. അതും 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അത് ചേസ് നമ്പർ വിട്ടിട്ട് വേണം മേടിക്കാനായിട്ട്. അപ്പോൾ ഏതാ രീതിക്കാണ് വരുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുക്കണം. ചേസ് നമ്പർ വിട്ടാൽ പിന്നെ നമുക്കൊന്ന് അവർ തരുന്നതും ഹുണ്ടായിൻ്റെ തരുന്നതടക്കം ചേസ് നമ്പർ വെച്ച് കൊടുത്താൽ അതേപോലെ തന്നെ തരും. ഈ ടൈപ്പും ഉണ്ട്. പിന്നെ ഒരു സിൽവർ കളറിൽ ഒരു സ്ലീവ് സിലിണ്ടറും ഉണ്ട്. ഇത് സ്റ്റേഷനറി നമ്പർ കൊടുത്തപ്പോൾ അതുപോലെ തന്നെ വന്നിരിക്കുന്നത്. അത് വില വന്ന് 3,000 ചില്ലാനും വരുന്നുണ്ട്. പിന്നെ റിലീസ് ബെയറിങ് വന്നിട്ട് 1,347 ഒറിജിനൽ തന്നെ മേടിക്കുന്നത്. ഒറിജിനൽ ഇട്ടാൽ തന്നെ ഗുണം വരുള്ളൂ. സർവീസ് അടക്കം ഇവിടെ നിന്നാണ് ചെയ്തിട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്താണ്. നമ്മുടെ അടുത്തുള്ള വണ്ടികൾ തന്നെ സർവീസ് ഇപ്പോഴല്ല, ഒരു 4 വർഷമായി നമ്മുടെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഗുഡായിട്ട് ചെയ്യും. ബാക്കിയുള്ള വർക്കൊക്കെ ഒരു 3 മാസം മുന്നേ വന്നിട്ട് സൗണ്ട്, ബെയറിങ്ങിൻ്റെ സൗണ്ടായിരുന്നു, അതിനും വന്നതാണ്. ഇവിടെ ബെയറിങ് മാത്രം ഒറിജിനൽ ഇട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം ഇപ്പോൾ അടിക്കടി വരുള്ളൂ, എപ്പോഴും വരില്ല, എപ്പോഴും ഇല്ല കംപ്ലൈൻറ്റ്. ചില സമയത്ത് മാത്രമേ കംപ്ലൈൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്രശ്നം. ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ചിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യം മാറ്റി തന്നെ ക്ലിയർ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ മാറ്റിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലച്ചിൻ്റെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ക്ലച്ച് അവിടെ ക്ലച്ച് തേഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എനർജി കിട്ടാതിരുന്നത്. കൂളിംഗ് അടക്കാത്ത അധികം കിട്ടുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ സാധനങ്ങളൊക്കെ മാറ്റുമ്പോൾ ക്ലച്ചും കൂടെ മാറ്റുന്നതാണ് ഗുണം. അത് നമ്മുടെ അടുത്ത് തന്നെ മാറ്റിയതാണ് നേരത്തെ, ഇപ്പോഴല്ല, നേരത്തെ മാറ്റിയതാണത്. ഈ പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. എന്തെങ്കിലും സൗണ്ടൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്നത് കൊണ്ട് എന്ത് സൗണ്ട് വന്നാലും അപ്പം തന്നെ നമ്മൾ മാറ്റി കൊടുക്കും, ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട ആവശ്യമില്ല. ഇൻ്റർ കൂളറിൻ്റെ പൈപ്പാണ് പൊട്ടിയത് അല്ലേ? അതെങ്കിൽ സാധനം ഒന്ന് എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് മാറ്റുമ്പോൾ ഗിയർ ബോക്സ് അടക്കം ക്ലീൻ ചെയ്ത് മാറ്റണം. ഇല്ല അഴുക്കോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അങ്ങനെ ഫ്രഷായി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഫിറ്റ് ചെയ്താലും ഡാമേജ് ഒന്നും ഇല്ല. പക്ഷേ ഗുണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഇൻ്റർ കൂളറിൻ്റെ പൈപ്പടക്കം, ടർബോൻ്റെ പൈപ്പടക്കം പൊട്ടി നിൽക്കുകയാണ്. വേണ്ട, പൊട്ടി നിന്നാൽ നേരെ എനർജി പോവില്ല. അത് പൊട്ടി നിൽക്കണം, അത് മാറ്റണം നമുക്ക്. അത് ഒറിജിനൽ തന്നെ മേടിച്ച് ഇടണം. പാർട്ട് നമ്പർ അടക്കം ഇതിനകത്തുണ്ട്. ഇത് കാണിച്ച് സ്റ്റേജ് നമ്പർ കാണിച്ചു കൊടുത്താൽ പിന്നെ ഒന്നും പറയാനില്ല, അവർ തന്നെ തരും. ഇതിലുള്ളത് ഹുണ്ടായിൻ്റെ ഒറിജിനലാണുള്ളത്.
ആ ഒറിജിനൽ തന്നെ നമുക്ക് മേടിച്ച് ഫിറ്റ് ചെയ്യണം. എന്തായാലും മാറ്റണം അത്. ചെയ്യുമ്പോൾ എമരി പേപ്പർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം, ഒന്നുകൂടെ ഹാർഡാക്കണം, ചെറിയ ചെറിയ വരകൾ വരണം, അപ്പോൾ മിസ്സിങ് വരികയില്ല. അത് ഇങ്ങനെ തന്നെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനർജി കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നെ ചെയ്താൽ ഫുള്ളിങ് കുറച്ച് കുറവ് വരില്ല, എന്നാലും ഇതുപോലെ ചെയ്യണം. ചെയ്താൽ തന്നെ ക്ലീൻ ആവുള്ളൂ. ഒരുപാട് ഹാർഡ്നെസ് വരും ക്ലച്ചിൻ്റെ ഡിസ്കിനകത്ത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത ഗുണമായിരിക്കും. നമ്മൾ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് വന്നാലും ഡിസ്ക് റോട്ടർ എടുത്തിട്ട് നമ്മൾ സ്കിമ്മ് ചെയ്യില്ലേ, അതേപോലെ വരണം. എന്നാൽ തന്നെ ബ്രേക്കിംഗ് ഗുണമാവുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ചിലും ഫ്ലൈ വീലിൽ ഇതുപോലെ ഒരു പേപ്പർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നുകൂടെ ഗുഡ്നെസ് വരും. അങ്ങനെ തന്നെ ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഇനോവയ്ക്കും ചില പണിയില്ല, അധികം പണിയൊന്നുമില്ല. അതുപോലെ ചെയ്താൽ ഫ്രീ ആകും. എവിടെ നിന്ന് മാറ്റുമ്പോഴും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വണ്ടിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്. വണ്ടി പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഓടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ ഓടിച്ച് നോക്കണമല്ലോ. ഓടിച്ച് നോക്കാം. ഇത് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് വണ്ടി വന്നത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ക്ലച്ചിൻ്റെ കാര്യമൊന്നും പറയാനില്ല, സ്മൂത്താണ്. അതേപോലെ തന്നെ ഓടിച്ച് നോക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. അതേപോലെ എയർ എടുത്തതും കറക്റ്റാണെന്നുള്ളത് നോക്കണമല്ലോ, അതിനുവേണ്ടി ഓടിക്കുകയാണ് ഞാൻ. പിന്നെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാകുന്നും നോക്കണമല്ലോ. ചിലപ്പോൾ ഓഫ് റോഡിൽ പോകുമ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റി കൊടുക്കണം. നേരത്തെ സർവീസിനൊന്നും ഉണ്ടായില്ല കേട്ടോ, അങ്ങനെയാണ് വണ്ടി കൊടുത്തത് ഞാൻ. ക്ലച്ചിൻ്റെ കാര്യം അന്ന് പറഞ്ഞാണ്, ക്ലച്ച് മാറ്റാനായിട്ടുണ്ട്, ഇപ്പോൾ മാറ്റേണ്ട, ഓടിച്ചോളി എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ടർബോൻ്റെ മറ്റേ ഒരു പൈപ്പ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ടില്ല. അത് കിട്ടാനായിട്ട് 3 ദിവസം 4 ദിവസം വെയിറ്റ് ചെയ്യണം, എന്നാൽ തന്നെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. നമ്മൾ ആ പൈപ്പ് തന്നെ എടുത്തിട്ട് ഇട്ടിട്ട് ടേപ്പ് ചുറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ചെയ്യാനേ പറ്റില്ല, എന്തായാലും മാറ്റി തന്നെ വേണം. അവർക്ക് വണ്ടി കൊണ്ടുപോകണം, എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാനേ പറ്റില്ല. ടേപ്പ് കൊണ്ട് മറ്റേ പൈപ്പ് ടേപ്പ് ചുറ്റിയിട്ട് വിടാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് കിട്ടാനായിട്ട് 4 ദിവസം ഇല്ലെങ്കിൽ 5 ദിവസം ആകുമെന്നാണ് പറയുന്നത് കമ്പനി വരുന്നത്. അപ്പോൾ പിന്നെ അത്രയും ടൈം നിർത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ കൊടുത്തു വിടാം എന്നുള്ളതിൽ വെച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചാലും കുഴപ്പം വരില്ല, പക്ഷെ വയ്ക്കണ്ട. നമ്മൾ പൈപ്പ് മേടിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ സൗണ്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഇറക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ 2 വീല് അഴിക്കും, അതിൻ്റെ ഹബ്ബ് അഴിക്കും, അതുപോലെ ബോൾട്ടുകളൊക്കെ അഴിക്കും. അപ്പോൾ എന്തെങ്കിലും അതുപോലെ അഴിക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ നമുക്ക്. അത് എല്ലാ വണ്ടികളും ഞാൻ കൊടുക്കുമ്പോൾ ഓടിച്ച് നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലും ചെറിയ വർക്ക്, ബ്രേക്ക് പാഡ് മാറ്റിയാണെന്നുണ്ടെങ്കിലും വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ. എല്ലാ വണ്ടിക്കും, ഒരു വണ്ടിക്ക് മാത്രമല്ല, എല്ലാ വണ്ടിയിലേക്കും ഓടിച്ച് നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലും ഇനി ബ്രേക്ക് പാഡ് മാറ്റുമ്പോൾ അതിൻ്റെ പിന്നിൻ്റെ ബോൾട്ട് ശരിയാണോ ഇട്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് വരുന്നുണ്ട് നോക്കാൻ പറ്റുള്ളൂ. ഓടിച്ച് നോക്കണം. നമുക്ക് എന്ത് വർക്കിന് വന്നാലും നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ഓടിച്ച് നോക്കണം, എന്നിട്ട് വേണം വണ്ടി കൊടുക്കാനായിട്ട്. ക്ലച്ച് മാറ്റിയപ്പോൾ എൻജിൻ്റെ പവർ കൂടുതലാണ്. എൻജിനിൽ പവറല്ല, ഗിയർ ബോക്സിൻ്റെ പവർ. എൻജിൻ എത്ര ടോർക്ക് വരുത്തുന്നോ അതേപോലെ പോകുന്നുണ്ട് ക്ലച്ച് മാറ്റിയപ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലച്ചിലടക്കം ഇല്ലെങ്കിൽ ഫ്ലൈ വീലിൽ സ്ലിപ്പ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻജിൻ്റെ എനർജി കറക്റ്റായിട്ട് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ കുഴപ്പമില്ല. എൻജിന് പ്രവർത്തിക്കുന്നത് പോലെ ഗിയർ ബോക്സ് പ്രവർത്തിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പുള്ളിങ്ങും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും മിസ്സിങ് ഇല്ലെങ്കിൽ സ്ലിപ്പോ ആയിക്കഴിഞ്ഞാൽ എൻജിൻ്റെ എനർജി എത്രയാണോ അത് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര പവർ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലച്ച് മാറ്റുമ്പോൾ തന്നെ ഫ്ലൈ വീല്
എമറി പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ട് വിടുന്നത്. എന്നാൽ തന്നെ നമുക്ക് ആ എനർജി ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അത് ഗിയർ ബോക്സിൽ വരുന്നതടക്കം ക്ലച്ചിലാണ് വരുന്നത്. ക്ലച്ചിൻ്റെ ഡിസ്ക് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് റിലീസായിട്ട് ഗിയർ ബോക്സിലേക്ക് വരുന്നത്. അതേ റിലീസ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണം. ക്ലച്ച് മാറ്റുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം, എന്നാൽ തന്നെ ഗുണം വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും. സൗണ്ടൊന്നുമില്ല. ഫ്രണ്ടിൽ ഇത്രയും സാധനങ്ങൾ അയച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും അയച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചതും കംപ്ലൈൻ്റ് ഇല്ല. ഓഫ് റോഡിൽ ഓടിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഹൈവേയിൽ ഓടിച്ചാൽ മനസ്സിലാവില്ല. ഓഫ് റോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പമ്പും അതുപോലെ തന്നെ കുഴിയുള്ള റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ, ഇനിയിപ്പോൾ വെച്ചത് എങ്ങനെയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ ഓടിക്കണം, എന്നാൽ തന്നെ ഗുഡാവുള്ളൂ. എപ്പോഴും ഓടിക്കുന്ന അലൈൻമെൻ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ആകെ ബോൾ ജോയിൻറ്റും എൻഡും ടൈ റോഡ് എൻഡും മാത്രമേ ഉള്ളൂ അലൈൻമെൻറ്റിന്. അപ്പോൾ പിന്നെ അതിന് അഴിച്ചിട്ടുമില്ല, അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അലൈൻമെൻറ്റ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു 2000 കിലോമീറ്റർ ഓടിച്ചിട്ട് അലൈൻമെൻറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ചെയ്താൽ മതി. ഇത് 2000 ആയിട്ടില്ല, ഒരു 300 കിലോമീറ്ററിൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2000-ൽ അലൈൻമെൻറ്റ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. എല്ലാ 2000-ൽ അലൈൻമെൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അധികം സ്പീഡിൽ പോകാതെ ഓഫ് റോഡിൽ തന്നെ അധികം സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് വ്യത്യാസം വരും. അപ്പോൾ 2000 കിലോമീറ്ററിൽ ഏത് വണ്ടിയും, എല്ലാ വണ്ടിയും 2000 കിലോമീറ്റർ അലൈൻമെൻറ്റ് നോക്കണം. നോക്കിയിട്ട് അലൈൻമെൻറ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും വേണം. ഇപ്പോൾ വണ്ടിക്ക് ക്ലച്ചിനാണ് മെയിനായിട്ട് വന്നത്, അത് കുഴപ്പമില്ല, റിലീസായിട്ടുണ്ട്, കുഴപ്പമില്ല. പുള്ളിങ് അടക്കം ബെറ്ററായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെന്ന് പാത്തു, അതേപോലെ ഒമിനി പാത്തു. ഒമിനി ഉപയോഗിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത്. ഇത് എനിക്ക് പേഴ്സണൽ യൂസ് വീട്ടിൽ നിന്ന് വരുന്നതും ഇതിൽ തന്നെയാണ്, സെന്നിൽ തന്നെ വരുള്ളൂ. വീട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും സെല്ലിൽ തന്നെ പോകുള്ളൂ. അത് വന്നിട്ട് സാധനങ്ങൾ മേടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും, അത് എവിടെയെങ്കിലും വണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കാനും പോകുന്നത് ഒമിനിയിലാണ്, സെല്ലിലല്ല, ഒമിനിയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.